ഹോട്ടൽ റൂം ഒക്കെ എടുത്ത് അവിടെ ഒരു ഹാളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് ഇപ്പൊ തന്നെ എന്റെ 50,000 രൂപ കൂടുതൽ ചെലവായിട്ടിരിക്കുക. കുറെ പേരെ വിളിക്കുന്നു അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. ഇവര് മുഴുവൻ വിളിക്കുന്ന ഈ കുട്ടികളെ പിടുത്തക്കാരെയാണോ, ഈ പിള്ളേരെ പിടുത്തക്കാരെയാണോ ഇവര് കംപ്ലീറ്റ് പാർട്ടിക്ക് ക്ഷണിക്കുന്നത്? സത്യമായിട്ടും തോന്നിപ്പോവാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു 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 കോലാഹലം വേണ്ട. കുഞ്ഞിനും അവന് എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. ബർത്ത്ഡേ ക്ഷണിക്കാൻ സാധ്യതയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നാണോ മാനോ ഇല്ലാതെ പോവാതിരിക്കുക. ഞങ്ങൾ ഇവിടുന്ന് എന്തൊക്കെയോ തിന്നോ കുടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ പടിക്കൽ ഛർദ്ദിച്ചിട്ട് ഞങ്ങൾ പോകും. അപ്പൊ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ടാന്ന് വെച്ചിട്ടാണ്. നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. എനിക്കിന്ന് മൃദുലവികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല. ഇതുപോലത്തെ ആൾക്കാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോവാതിരിക്കും. അവർ നിങ്ങളെയൊക്കെ അലമ്പായിട്ട് അവിടെ കൊണ്ടുവന്ന് അലമ്പാക്കാൻ നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നത്. ഞങ്ങളെ വിളിച്ചു വരുത്തിയത് ശരിയാണ്. അല്ല, പെണ്ണുങ്ങളെ ഇത്ര കറാമ്പറപ്പ് പാടില്ല. അത് ശരിയാ. എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് അത് ആലോചിച്ചപ്പോ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയി പോയി. അശ്വരാവ് മാറ്റോടും മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. അപ്പൊ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയി പോയി. അപ്പൊ അതിനേക്കാൾ ഇപ്പം അശ്വിനായാലും അത് താല്പര്യമില്ല. അതിന് വേറെ നിവൃത്തി ഉണ്ടാവില്ല. അതിനെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പാവം നമ്മൾ കാണുന്നതുകൊണ്ട് പറയാ കേട്ടോ. അതിന് നിവൃത്തി ഉണ്ടായിരിക്കില്ല. ഇതിനകത്ത് കരിയും പുകയും കൊണ്ടിരിക്കാനാ എനിക്ക് വിധി. അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളൊക്കെ ഒഴിവാക്കി കൊണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു റെസ്പെക്ട് കൊടുക്കാത്ത രീതിയിലൊക്കെ എന്ത് പറയുന്നത് എനിക്കറിയില്ല. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടില്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല.